മടുത്തില്ലേ അമ്മയ്ക്ക് അയാളുടെ തെറിവിൽ കേട്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? അയാളോ? നിന്റെ അച്ഛനാ അത്. അച്ഛനാണെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണം. എപ്പോഴെങ്കിലും എന്നോട് മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടുണ്ടോ? സ്നേഹത്തോടെ എന്നെ മോളെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? എന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ള എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തിനാ അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പേരിന്റെ അച്ഛൻ? നിർത്തുന്നുണ്ടോ നിന്റെ അധിക പ്രസംഗം? നിന്റെ അച്ഛൻ ഒരാളുള്ളതുകൊണ്ട് നീ ഒരു CBSE സ്കൂളിൽ പോയി പഠിച്ചേ, അല്ലെങ്കിൽ ആരും നിന്റെ ഫീസ് അടച്ചേനെ? അതുകൊണ്ട് മാത്രമേ ഇപ്പൊ ഒരു ജോലി കിട്ടി നീ സ്വന്തം കാലിൽ നിൽക്കുന്നേ. സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചാൽ മാത്രം എന്റെ അച്ഛനാവും അമ്മേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതുകൂടെ പറയാനുണ്ട്. സ്കൂളിൽ നിന്ന് ഒരു 5 മിനിറ്റ് വൈകി വന്നാൽ എന്റെ കാൽ അടിച്ചു പൊട്ടിച്ച് അതിൽ മുളക് പൊടി വരയിട്ടതും ഇതേ അച്ഛൻ തന്നെയാണ്. 3000 രൂപ കാണുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയെ കരണത്തടിച്ചതും ഇതേ അച്ഛൻ തന്നെയാ. അതിന് നീര് ഇപ്പോഴും പോയിട്ടില്ല. എത്ര വല്ല അമ്മ എന്ന് പോയത്? 1 അതോ 2? ആ ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ ചോദിച്ചാൽ അമ്മ ഒന്നും പറഞ്ഞില്ല. മോള് പറയുന്ന ഒക്കെ ശരിയാ. പക്ഷെ എന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് എനിക്കൊരു അഭയം തന്നത് അയാളാ. അയാളില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താണെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനോട് ഞാനൊരു നന്ദിയോട് കാണിക്കില്ല. ആ ചായ കൊണ്ട് കൊടുക്കട്ടെ? കൊണ്ടു കൊടുക്ക്, അല്ലെങ്കിൽ ടേബിൾ തല്ലി പൊട്ടിക്കും. ചായ. നിന്റെ അടുത്തൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ചവർന്നിനെ കൂട്ടിയിട്ട് കാണല്ലേന്ന്? നീ ഇപ്പൊ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ അട്ടയും പഞ്ഞാൻ പറഞ്ഞിട്ടെല്ലാം അവിടെ വീട്ടിനകത്ത് കയറി വരത്തില്ലേ? അവിടെ കൊണ്ടുപോയി ചായ. എന്തോന്ന് നോക്കി നിൽക്കുന്ന, പോയി അടിച്ച് വാരം അങ്ങോട്ട്. അച്ഛനടാ മനസ്സമാര് കിടക്കാനും സമ്മതിക്കൂല. പണിയില്ലാണ്ട് ഞാൻ കിടന്നോളൂ. അതിലെ തിന്നോണ്ട് കയറി ഇരിക്കും വീടിൻ്റെ അകത്ത്. ഒരു ഉപയോഗമില്ലാത്ത കുറെ സാമാനങ്ങൾ. ചായ എത്ര നേരം ചായ വെച്ചിട്ട്? ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. എന്തിനെന്നറിയാതെ ജീവിക്കുന്ന ചില മനുഷ്യർ, സന്തോഷങ്ങളും ഇഷ്ടങ്ങളും ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ. മറ്റുള്ളവരുടെ ശകാരങ്ങളും ദേഷ്യപ്പെടലുകളും ഒക്കെ കേട്ട് അവരങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. തന്നെ ആർക്കും ദ്രോഹിക്കാൻ അവകാശമില്ലെന്നും ശകാരിക്കാൻ അവകാശമില്ലെന്നും അവരൊരിക്കലും മനസ്സിലാക്കില്ല. കാരണം സ്വന്തമായ ഒരു ജീവിതം ജീവിക്കാൻ അവർക്കറിയില്ലല്ലോ. ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ.